വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നേരത്തെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ അക്ഷരങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ഇത്തരം ഒരു പുസ്തക പ്രകാശന വേളയിൽ പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ല. ഈ പുസ്തകം പേമുഖം എന്ന ഈ ഒരു പുതിയ പുസ്തകത്തെ സഹൃദയരുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് കൂടി പറയേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു MTയുടെ നാട്ടുകാർക്ക് ഈ പുസ്തകത്തിനെ കുറിച്ച് ഏറെയൊന്നും പരിചയപ്പെടുത്തലുകളുടെ ഒന്നും ആവശ്യം വരില്ല. നമ്മൾ കണ്ടതാണ് ഒരു നാടിനെ, സാംസ്കാരിക സവിശേഷതകളെ എങ്ങനെയാണ് സാഹിത്യത്തിൽ അടയാളപ്പെടുത്തേണ്ടത് അഥവാ അടയാളപ്പെടുത്തിയിട്ടുള്ളത് എന്ന്. ഈ നിഴലുകൾ വീണ് കിടക്കുന്ന ഭൂമികയിലേക്കാണ് ഈ പുതിയ എഴുത്തുകാരൻ തൻ്റെ രചനയുമായി കടന്നു വന്നിരിക്കുന്നത്. വളരെ ചെറിയ ഒരു പുസ്തകം എന്ന് പറയാം. ഒറ്റയിരുപ്പിൽ വായിച്ചു തീർക്കാവുന്ന ഒരു പുസ്തകം. ഒറ്റയിരുപ്പിൽ വായിച്ചു തീർക്കാവുന്ന പുസ്തകങ്ങൾക്കേ ഇന്ന് നിലനിൽപ്പുള്ളൂ എന്നത് മറ്റൊരു കാര്യം. ദീർഘമായ സാഹിത്യ സൃഷ്ടികൾ, MTയുടെ കാലം പോലെയുള്ള കൃതികൾ, അത് വലിയ വലിയ സാഹിത്യ കൃതികൾക്കൊന്നും ഇന്ന് സ്ഥാനമില്ല. അതൊക്കെ വളരെ ചുരുക്കം വായനക്കാരിലേക്ക് മാത്രമായി ഒതുങ്ങിപ്പോവുകയും വളരെ പെട്ടെന്ന് തന്നെ വായിച്ചു തീർക്കാവുന്ന സാഹിത്യ രചനകളിലേക്ക് പുതിയ തലമുറ തിരിയുകയും ചെയ്തിട്ടുണ്ട് എന്നതൊരു സത്യമാണ്. അപ്പം അങ്ങനെയുള്ള വായനക്കാർക്ക് കൂടി സംവേദനക്ഷമമാകുന്ന രീതിയിലാണ് ഈ പുസ്തകത്തിൻ്റെ രചന. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളൊക്കെ വായനക്കാർ കുറവാണ്. എന്നാലും അവർ ജീവിക്കുന്നത് റീൽസിൻ്റെ ലോകത്ത്. വായനയിലേക്ക് അടുപ്പിക്കാൻ ഇത്തരം ചെറിയ സാഹിത്യ കൃതികൾക്ക് സാധിക്കും. അപ്പം ഇത് വായിച്ചു വരുമ്പോൾ എനിക്ക് തോന്നിയത്, ഇത് വായിച്ചു തുടങ്ങിയപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം കാണുന്ന ഒരു ഫീലാണ്. തുടക്കത്തിൽ ആദ്യ ഭാഗം രണ്ട് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് പുസ്തകത്തിന്. അപ്പോൾ അതിൽ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുമ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം കാണുന്ന ഒരു ഫീലാണ്. എന്നുവെച്ചാൽ മൊബൈൽ ഫോണ് അങ്ങനെയൊന്നുമില്ല. നമ്മൾ കാണുന്നുണ്ടല്ലോ പഴയ ഒരു ഗ്രാമീണ ഭംഗി, പഴയ പാടവും കിളികളും കൊയ്ത്തും മെതിയും അങ്ങനെയുള്ള ഒരു വീട്. അവിടെ സ്വാഭാവികമായിട്ടും അന്നത്തെ കാലഘട്ടത്തിലൊക്കെ ജീവിച്ച നമ്മളെപ്പോലുള്ളവർക്ക് അറിയാം, 1 or 2 വലിയ തറവാടുകൾ, അവിടെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ബാക്കി ആളുകൾ, അങ്ങനെയുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഇതിൻ്റെ ആദ്യ ഭാഗം. പുസ്തകത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു സംവേദന തലം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഒരു പഴയ ഭൂമികയിലാണ്. പഴയ ഭൂമിക എന്ന് പറയുമ്പോൾ അത് എപ്പോഴാണ് നമുക്ക് തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ അതിൻ്റെ അടുത്ത ഭാഗം വായിക്കുമ്പോഴാണ്. ഇരുട്ടും വെളിച്ചവും പോലെ പരസ്പരം പരഭാഗ ശോഭ ചേർന്ന് പ്രകാശിക്കുന്ന 2 തലങ്ങളാണ് ഈ പുസ്തകത്തിനുള്ളത്. അതിൻ്റെ ആദ്യത്തെ തലത്തിലാണ് നമ്മൾ ഈ കാണുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം പോലെ നിഷ്കളങ്കമായ ഒരു ഗ്രാമീണ സൗന്ദര്യവും, ആ ഒരു നാട്ടിലെ വലിയൊരു നായർ തറവാട്, അതിലെ കാരണവര്, അയാളുടെ ഒരു മകള്, അതിൻ്റെ ആ പെൺകുട്ടി മുറപ്പെണ്ണായിട്ട് അവളെ സ്നേഹിക്കാൻ മറ്റൊരു ചെറുപ്പക്കാരൻ, ഇങ്ങനെയുള്ളൊരു സ്വാഭാവികമായിട്ടുള്ള തലത്തിൽ തന്നെയാണ് കഥയുടെ ആദ്യ ഭാഗത്ത് വരുന്നത്. പഴയ കാല പ്രതാപങ്ങളെ കുറിച്ച് പറയുമ്പോഴും അതിൽ നിന്ന് വേർതിരിച്ചെടുക്കാവുന്ന ചില വസ്തുതകളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. കൃഷി പഴയതുപോലെയല്ല എന്നും അതിൽ ഈ പറയുന്ന കഥാപാത്രം കാരണവരായിട്ടുള്ള മാണിക്യമംഗലത്തെ ശങ്കരൻ നായരെ കുറിച്ച് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ പഴയ ഒരു ശംഖുവിനെ കുറിച്ച് പറയാൻ മറക്കുന്നില്ല. എങ്ങനെയാണ് ആ പഴയ ശംഖു ഈ ശങ്കരൻ നായരായിട്ട് മാറിയത്? പഴയ ഒരു തറവാട്, എന്തിനാണ് ആ തറവാട് പുതുക്കി പണിതായിട്ടൊന്നും പറയില്ല. പഴയ ഒരു തറവാടിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് നമുക്ക് തോന്നാം, ഇത്രയും സമ്പന്നനായിട്ടും ആ കാലത്തെ വലിയൊരു തറവാടായിട്ടും അതിങ്ങനെ പഴയതായിട്ട് തന്നെ നിലനിർത്തിയത് എന്ത് എന്നൊക്കെ നമുക്ക് സംശയം തോന്നാം. അങ്ങനെ മകനെ കൂട്ടിക്കൊണ്ടുവന്ന് പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് മരുമകൻ പരീക്ഷ എഴുതാൻ പോവുകയാണ്. മദ്രാശിയിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് ആകെ വെപ്രാളപ്പെടുന്ന ഒരച്ഛൻ്റെ ഭാവം നമ്മളവിടെ കാണാം. അതേസമയം തന്നെ അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ കൂടല്ലൂര്, ആനക്കരയിലെ പകിടകളിക്കാരൻ കോന്തുണ്ണി നായർ, ഇതൊക്കെ നമുക്ക് പരിചയമുള്ളതാണ്. പഴയ ഒരു ഭൂമികയിലെ ഈ ഒരു പശ്ചാത്തലത്തിലുള്ള എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ചില ജന്മങ്ങളിൽ അതിങ്ങനെ പിന്തുടർന്നു പോകും. ആ ഒരു പിന്തുടർച്ചയുടെ സൂചന കൂടി അവിടെ തരുന്നുണ്ട്. ഇതൊക്കെ പറയാതെ പറയുന്ന കാര്യങ്ങളാണ്, ഒന്നും പ്രകടമായിട്ട് എവിടെയും പറഞ്ഞു പോകുന്നതല്ല. കഥ ഞാൻ വിശദീകരിക്കുന്നില്ല. കഥ ഒരുപക്ഷെ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിക്കാനൊരു താല്പര്യം ഇല്ലാതെയാവും. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സിനിമയിൽ കാണിക്കുന്നത് പോലെ 30 വർഷങ്ങൾക്ക് ശേഷം
എന്നുള്ള ഒരു പേരാണ് കുറച്ച് കാണിക്കുന്നത്. എന്നൊരു ഭാഗത്ത് അതിൻ്റെ ആ ചാപ്റ്റർ തുടങ്ങുന്നത് മലയാള ദേശം എന്നാണ്. ഇടയിൽ ബ്രേക്ക് കൊടുത്ത് 30 വർഷങ്ങൾക്ക് ശേഷം അടുത്ത ചാപ്റ്ററിന്റെ പേര് മലയാള ദേശം. പക്ഷേ ചെറുപ്പകാലത്തെ സാമൂഹിക പ്രകൃതികളിൽ അഭിരമിക്കുന്നുണ്ടോ? പഴയ സംസ്കാരത്തിനെ കുറിച്ച് അതാണ് നല്ലത് എന്നുള്ള ഒരു തോന്നൽ വരുന്നുണ്ടോ? ഒന്നുമല്ല. അടുത്ത ഭാഗത്ത് ഇതിന്റെ എല്ലാം ഒരു പൊളിച്ചെഴുത്താണ് നമ്മൾ കാണാം. സ്വത്വം മറക്കുന്ന ഒരു മലയാളി. പേമുഖം എന്ന് പറയുമ്പോൾ 2 തരത്തിലെടുക്കാം അല്ലെ? പേടിപ്പിക്കുന്ന മുഖം എന്നുള്ള തരത്തിലുമാകാം, പൊയ്മുഖം എന്നുമാകാം. പേ എന്നുള്ളതിന് വളരെ ഭീകരമായിട്ടുള്ള അർത്ഥം കൂടിയുണ്ട്. വിഷം, നമ്മൾ അറിയാണ്ട് തന്നെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വിഷത്തിനെ കുറിച്ച് എന്തൊക്കെയോ ചില സൂചനകൾ തന്നുകൊണ്ടാണ് ഈ പുസ്തകത്തിന്റെ പേര്. അവസാനത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്, ഒരു പൊയ്മുഖം മാത്രം ബാക്കിയാവുന്നു എന്ന് പറയുന്നുണ്ട്. ഈ നമ്മൾ പറഞ്ഞ ഇദ്ദേഹത്തിന്റെ മരുമകൻ നാട് വിട്ടു പോകുന്നതൊക്കെയാണ് സന്ദർഭം. ആ നാട് വിട്ടു പോകുന്നതും പിന്നീട് തിരിച്ചു വരുമ്പോൾ ആ തിരിച്ചു വരുന്ന സമയത്ത് മാറുന്ന ഒരു സമൂഹം 30 വർഷങ്ങൾക്ക് ശേഷമാണ് തിരിച്ചെത്തുന്നത്. ആ 30 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം കാണുന്ന കാഴ്ചകൾ യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തിന് ഈ കുറഞ്ഞ കാലം കൊണ്ട് സംഭവിച്ചിരിക്കുന്ന അപജയത്തിന്റെയും മാറ്റത്തിന്റെയും സൂചനയാണ്. ആ വരുന്ന സമയത്ത് മധുരം കൂട്ടിയ ഒരു ചായ വേണം എന്ന് പറയുന്നത്. മധുരം കൂട്ടിയ ഒരു ചായ, മധുരം കൂട്ടിയിട്ട് നമ്മളൊക്കെ ഷുഗർ കട്ടിന്റെ കാലത്താണ് ജീവിക്കുന്നത് അല്ലെ? ഞാനൊക്കെ പലപ്പോഴും ഞാനൊക്കെ ക്യാമ്പസിൽ കുട്ടികളോട് ഇടപഴകുന്ന ഒരാളാണ്. അപ്പൊ അവര് പറയുന്നത് ഒരു ക്യാൻറ്റീനിൽ പോയി കഴിഞ്ഞാലും അവർക്ക് മധുരം ഇല്ലാത്ത ചായ, ഈ ചെറുപ്രായത്തിൽ തന്നെ മധുരം വേണ്ട, അവരെങ്ങനെ ഷുഗർ കട്ടിലാണ്. തറവാട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നാം ഈ 30 വർഷം കൊണ്ടൊക്കെ ഒരു തറവാട് ഇത്രയ്ക്ക് ദ്രവിച്ചു പോകുക എന്നുള്ളത്. അപ്പോഴാണ് നമ്മൾ പഴയ ശംഖുവിനെ ഓർമ്മിക്കേണ്ടത്. ആ ശംഖു കെട്ടിപ്പടുത്തതിൽ നിന്ന് എവിടേക്കാണ്, എന്താണ് വ്യത്യാസം വരുത്തിയത്? അപ്പോഴാണ് ആ തറവാടിന് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല. മാറ്റങ്ങൾ എപ്പോഴും വ്യക്തികൾക്കാണ് സംഭവിക്കുന്നത്. അവിടെ പഴയ മച്ചും അവിടെ നോക്കുമ്പോൾ കാണുന്നത് ആരോ തിരിച്ചു വിളിക്കുന്നത് പോലെ കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പൊയ്മുഖം മാത്രം അവിടെ ബാക്കിയാവാൻ, ഒരു പുതങ്കളിക്കോ കെട്ടുകാഴ്ചകൾക്കോ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു പൊയ്മുഖം മാത്രം ബാക്കിയാവുന്നു. ആ പേമുഖം ആണ് തന്നെ തിരിച്ചു വിളിച്ചത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ കഥയുടെ പരിസമാപ്തി നമുക്ക് മനസ്സിലാവുക. ഇത് തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. ഈ പൊയ്മുഖം തിരിച്ചറിയാനാണ് ഇയാൾ വൈകിപ്പോയത്. 30 വർഷത്തെ അലച്ചിലിനെ കുറിച്ചൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഇന്ന അടയാളങ്ങള് ഇതൊക്കെ ഈ പുസ്തകത്തിലുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പുസ്തകങ്ങളൊക്കെ വെറും ഒരു വായനയ്ക്ക് എന്നതിനപ്പുറം ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഇതെല്ലാം രേഖകളാണ്. ഓരോ സാഹിത്യകൃതികൾ നമ്മൾ ഇന്ന് കാണുന്ന വാർത്താ വായനകളെ പോലെയല്ല. അതൊക്കെ കാതിൽ തന്നെ വീണ് കാതിൽ തന്നെ വറ്റിപ്പോകുന്ന കാര്യങ്ങൾ. മൊബൈൽ ഫോണിലെ സോഷ്യൽ മീഡിയ നമ്മുടെ മുന്നിൽ വെക്കുന്നത്. ഇപ്പം എല്ലാവരും വായനക്കാരാണ്. എല്ലാവരും വായനക്കാരെക്കാൾ കൂടുതൽ എഴുത്തുകാരുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരും ബ്ലോഗ് എഴുത്തുകാരാണ്, എല്ലാവരും സോഷ്യൽ മീഡിയയിൽ എഴുത്തുകാരാണ്. ഇങ്ങനെ വായനക്കാരെക്കാൾ കൂടുതൽ എഴുത്തുകാരുണ്ടാവുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു കാലഘട്ടത്തിനെ രേഖപ്പെടുത്താൻ, ഒരു സമൂഹത്തിനെ രേഖപ്പെടുത്താൻ, ഒരു സമൂഹത്തെ അടയാളപ്പെടുത്താൻ, വ്യക്തികളെ വരച്ചു വെക്കാൻ ഇത്തരം സാഹിത്യകൃതികൾക്ക് മാത്രമേ സാധ്യമാകൂ എന്ന് ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തുന്നുണ്ട് സുന്ദരന്റെ പുസ്തകം. സുന്ദരന്റെ സുന്ദരമായ ഭാഷയിലൂടെ സുന്ദരമായ ഈ പുസ്തകത്തില് വരുന്ന തലമുറയ്ക്ക് വേണ്ടിയുള്ള ഒരുപാട് ഈടുവെപ്പുകൾ ഇതിൽ ബാക്കിയാകുന്നുണ്ട്. അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് വായിക്കാനും വ്യാഖ്യാനിക്കാനും ഉള്ള അവസരമാണിത്. സമൂഹത്തിന്റെ മുന്നിൽ ഈ ഒരു പുതിയ പുസ്തകത്തെ പരിചയപ്പെടുത്താനായി എന്നതിലേറെ സന്തോഷമുണ്ട്. ഒരുപാട് വായനക്കാർ ഈ പുസ്തകത്തിനുണ്ടാവട്ടെ, ഒരുപാട് ചർച്ചകൾ ഈ പുസ്തകത്തിനെ കുറിച്ച് നടക്കട്ടെ. ഇനി ഒരു കാലഘട്ടത്തില് പഴയ ആനക്കരയെ കുറിച്ച് പറയുന്ന, അതിനെക്കുറിച്ചുള്ള ഒരു ആധികാരിക രേഖയായിട്ട് മാറാൻ ഈ പുസ്തകത്തിന് കഴിയട്ടെ. ഞാൻ വീണ്ടും എൻ്റെ മുതയിലെത്തി എന്ന് പറയുന്ന ഒരു സന്തോഷം ഈ കഥാപാത്രം ഒരിടത്ത് പ്രകടിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഇത് വായിക്കുമ്പോൾ ഞാൻ എൻ്റെ പഴയ ആനക്കരയിൽ എത്തി എന്ന് തോന്നിക്കാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പുസ്തകത്തിനും പുസ്തകത്തിന്റെ രചയിതാവിനും എല്ലാവിധ ഭാവുകങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ.